നമസ്കാരം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാഥയ്ക്ക് കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണം. സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ ഒരുക്കങ്ങളാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 13 ദിവസങ്ങൾ മാത്രം. മുന്നണികളുടെ കൺവെൻഷനുകൾ സജീവം. പ്രചരണത്തിന് സംസ്ഥാന ദേശീയ നേതാക്കൾ എത്തുന്നു. വ്യാജ രശീതി തയ്യാറാക്കി നികുതി തട്ടിപ്പ് നടത്തിയ ജനസേവന കേന്ദ്രം ഉടമയ്ക്കെതിരെ കേസെടുത്ത കുന്നംകുളം പോലീസ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കേച്ചേരിയിലെ സ്മാർട്ട് ക്യൂ ജനസേവന കേന്ദ്രം ഉടമ ബിബിൻ സാവിക്കിനെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാഥയ്ക്ക് കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണം. മാർച്ച് 28-ന് മലപ്പുറം തിരൂരിൽ വെച്ച് സംസ്ഥാനത്തെ മുഴുവൻ ഓപ്പറേറ്റർമാരെയും സംഘടിപ്പിച്ച് സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു. വിവിധ രാവിലെ ചേർപ്പിൽ നിന്നും ആരംഭിച്ച പതാക ജാഥയ്ക്ക് തൃശൂർ പട്ടാളം റോഡിലും വടക്കാഞ്ചേരിയിലും സ്വീകരണം നൽകിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കുന്നംകുളത്ത് പതാക ജാഥ എത്തിയത്. കുന്നംകുളം, ഗുരുവായൂർ, കേച്ചേരി മേഖലകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വരവേൽപ്പൊരുക്കിയത്. നഗരമധ്യത്തിൽ നടന്ന ചടങ്ങിൽ COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM നാസർ അധ്യക്ഷനായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KV രാജൻ, PP സുരേഷ് കുമാർ, PS രജനീഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, CG ജോസ്, കുന്നംകുളം മേഖലാ പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത്, സെക്രട്ടറി K മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിലിന്, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, COA ഭാരവാഹികളായ ഗിരീഷ് പട്ടാമ്പി, KC ജെയിംസ്, അജോ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. COA സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പതാക ജാഥയെ കുന്നംകുളത്തേക്ക് ആനയിച്ചത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനം മാർച്ച് 26 മുതൽ 30 വരെ തിരൂരിലാണ് നടക്കുന്നത്. പ്രചരണം ആവേശച്ചൂടിൽ. കൊടകര മണ്ഡലത്തിൽ പ്രൊഫസർ C രവീന്ദ്രനാഥിലൂടെ സാധ്യമാക്കിയ സമ്പൂർണ്ണ വികസന പദ്ധതികൾ നവമണലൂരിലൂടെ മണലൂർ നിയോജക മണ്ഡലത്തിലും സാധ്യമാക്കുമെന്ന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. മണലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച ജനകീയ വികസന സംഗമത്തിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദാരിദ്ര്യമില്ലാതെയാക്കി ഓരോ വീട്ടുകാരുടെയും വരുമാനം വർദ്ധിപ്പിച്ച നവമണലൂർ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം നൽകി അവരാഗ്രഹിക്കുന്ന തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കുന്ന MLA-യായി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനെ മാറ്റണമെന്നും അദ്ദേഹത്തിന്റെ വിജയത്തിലൂടെ നവമണലൂർ യാഥാർത്ഥ്യമാക്കണമെന്നും തോമസ് ഐസക് അഭ്യർത്ഥിച്ചു. മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ഐസക് കൂട്ടിച്ചേർത്തു. വിഷയാവതരണത്തിന് ശേഷം സദസ്സിലുള്ളവരുമായി വിവിധ വിഷയങ്ങളിൽ സംവദിച്ചതിനു ശേഷമാണ് മുൻ മന്ത്രി വേദി വിട്ടത്. കവി C രാവുണ്ണി അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി, കാവുമ്പായി ബാലകൃഷ്ണൻ, CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CPI മണലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി VR മനോജ്, VN സുർജിത്ത്, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി അജയ് മോഹന് വേണ്ടി മകൾ സുഭദ്ര പ്രചരണ രംഗത്ത്. അച്ഛന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തിരക്കെല്ലാം മാറ്റിവെച്ച് മകൾ സുഭദ്ര കുന്നംകുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രചരണത്തിനിറങ്ങി. അയ്നൂർ പ്രദേശത്തു നിന്നാണ് വൈകിട്ട് പ്രചാരണത്തിന് തുടക്കമിട്ടത്. മണ്ഡലത്തിലുള്ള 1,90,000
1,50,000 മുകളിലുള്ള വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സമയക്കുറവുള്ളതിനാൽ മകൾ അച്ഛന് വേണ്ടി വോട്ട് പിടിക്കുന്നത് ഏറെ കൗതുകത്തോടെയാണ് വോട്ടർമാർ നോക്കിക്കാണുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറി കൂടിയായ K. ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി, CMP നേതാവ് ഫൈസൽ ഐനൂർ, VK മുഹമ്മദ്, M. ഉദയശങ്കർ, EM മുസ്തഫ, സുബ്രു ഐനൂർ, CB പഴഞ്ഞി തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. NDA വിജയിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഗുരുവായൂരിനെ വാരണാസി പോലെയാക്കുന്ന വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ വിരോധികളായ ഇടതുവലതു കംസന്മാരെ തോൽപ്പിച്ച NDA സ്ഥാനാർത്ഥി വിജയിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഗുരുവായൂരിന് എന്തെല്ലാം വേണമെന്ന് കേന്ദ്ര സർക്കാർ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. 2014 ശേഷം പുതിയൊരു പദ്ധതി പോലും ആവശ്യപ്പെടാൻ നഗരസഭയോ ദേവസ്വമോ തയ്യാറായില്ല. 1980 മുതൽ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ വിരോധികളായ ബാഹ്യശക്തികളാണ് അജണ്ട നിശ്ചയിക്കുന്നത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് നിരോധിത മേഖലയായ ഗുരുവായൂർ ക്ഷേത്രനടയിലും പരിസരത്തും പോസ്റ്റർ, വീഡിയോ പ്രചരണം നടത്തിയ LDF സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും 10 രൂപയ്ക്ക് 3 നേരവും ഭക്ഷണം നൽകുന്ന നമോ കഫേകൾ ആരംഭിക്കുന്നതടക്കം ഗുരുവായൂരിന്റെ വികസന രേഖയുടെ പ്രകാശനം B. ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. NDA നിയോജകമണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി, നിയോജകമണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൽ, BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, KR ബൈജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രചരണം നടത്തിയിട്ടുണ്ട്, വീഡിയോ പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്താണോ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം, ആ ആരോപണങ്ങളെല്ലാം ഒരു പരിധി വരെ ഇടതുപക്ഷ MLA ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ MLAക്കെതിരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി സമർപ്പിക്കും. ലീഗിനെ തടയാൻ CPM-ന് കഴിയില്ല. ലീഗും CPM-ഉം സയാമിസ് ഇരട്ടകളാണ്. രണ്ടും ഒരു ബീജത്തിന്റെ സന്തതികളാണ്. രണ്ടിന്റെയും DNA ഒന്നാണ്. MLA ആയി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അഥവാ NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഗുരുവായൂർ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, വികസന കാര്യത്തിൽ നരേന്ദ്രമോദി നേരിട്ട് ഈ ഗുരുവായൂരിൽ വന്ന് ഇവിടുത്തെ വികസനത്തിന്റെ മാർഗരേഖകൾ ആരാഞ്ഞ് അത് വാരണാസി പോലെ ഗുരുവായൂരിനെ ആക്കും. കുന്നംകുളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീൻ എറണാകുളം ബസാറിൽ പര്യടനം നടത്തി. കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് ഉപജീവനത്തിനായി എറണാകുളത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും തൊഴിലാളികളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. മണ്ഡലത്തിലെ കടവല്ലൂർ, കാട്ടകാമ്പാൽ, പോർക്കുളം, കടങ്ങോട്, ചൊവ്വന്നൂർ പഞ്ചായത്തുകളിലും കുന്നംകുളം നഗരസഭാ പരിധിയിലെ പ്രദേശങ്ങളിൽ വ്യാപാര രംഗവുമായി ബന്ധമുള്ളവരുമായി ആശയവിനിമയം നടത്തി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, കാട്ടകാമ്പാൽ പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, എറണാകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനോദ് മാത്യു, വ്യാപാരി വ്യവസായി സമിതി എറണാകുളം ജില്ലാ സെക്രട്ടറി അബ്ദുൾ വാഹിദ്, KDFE പ്രസിഡന്റ് രാജേഷ് രാഘവൻ, സെക്രട്ടറി ജെയ്മോൻ, ട്രഷറർ റോയ്മോൻ, മൊബൈൽ സമിതി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. PR വർക്കിലൂടെ ഇല്ലാത്ത നേട്ടങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് കോടികൾ ധൂർത്തടിച്ച് ഖജനാവ് കാലിയാക്കിയ ഇടതുമുന്നണിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിലെ തീവ്രവാദികളുടെ രീതിയിലാണ് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത്. എന്ത് വില കൊടുത്തും UDF-നെ തോൽപ്പിക്കുക എന്ന കൂട്ടായ ലക്ഷ്യത്തോടെ പരസ്പര സഹകരണത്തോടെയാണ് LDF-ഉം BJP-യും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CS സൂരജ് അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CA ഗോപപ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി CH റഷീദ്, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, UDF നേതാക്കളായ ജലീൽ വലിയകത്ത്, RP ബഷീർ, അരവിന്ദൻ പല്ലത്ത്, ഗോകുൽ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ 30ഓളം പേർ CPM-ഉം കോൺഗ്രസും വിട്ട് BDJS-ൽ ചേർന്നു. ഇവരെ അംഗത്വ വിതരണം നടത്തി സ്വീകരിച്ചു. സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കാലങ്ങളായി താമസിക്കുന്ന സ്ഥലത്തിന് ഇതുവരെ പട്ടയം നൽകുന്നതിനോ CPM-ഓ കോൺഗ്രസോ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് ജനപക്ഷത്തിനായി പ്രവർത്തനം നടത്തുന്ന BDJS-ൽ ചേരുന്നതിന് കാരണമായതെന്ന് ഇവർ പറയുന്നു.
വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് പെരുമ്പിലാവ് KR ഇൻ ഹാളിൽ നടന്ന സ്വീകരണ യോഗം BDJS കുന്നംകുളം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി KR റെജിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പുതുതായി പാർട്ടിയിലേക്ക് കടന്നുവന്ന 30ഓളം പേർക്ക് അംഗത്വ വിതരണം നടത്തി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി ദിനേശ് പെരുമ്പിലാവ്, ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. വിജയപരാജയങ്ങൾക്കപ്പുറം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി BDJS എന്നും മുൻനിരയിൽ തന്നെയുണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി KR റെജിൽ പുതുതായി അംഗത്വം സ്വീകരിച്ചവർക്ക് ഉറപ്പു നൽകി. മണലൂർ നിയോജക മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ കേച്ചേരി മേഖലയിൽ പ്രചരണം നടത്തി. പെരുമൺ കാർത്തിയായിനി ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം കേച്ചേരിയിലെ വ്യാപാരികളെയും ഓട്ടോ തൊഴിലാളികളെയും വ്യത്യസ്ത തൊഴിൽ മേഖലയിലെയും വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. BJP പാവർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് കൊലാരി, മോഹിനി ടീച്ചർ, BDJS മണ്ഡലം പ്രസിഡന്റ് PS സുധീർ, ജില്ലാ കമ്മിറ്റി അംഗം പ്രേംജി പോൾ, കേച്ചേരി മേഖലാ പ്രസിഡന്റ് മുരളീദാസ്, ഗോവിന്ദൻകുട്ടി എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കടവല്ലൂർ മണ്ഡലം UDF കൺവെൻഷൻ കൊരട്ടിക്കര കിൻസ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മലപ്പുറം UDF കൺവീനർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം UDF ചെയർമാൻ PK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. രാസലഹരിയുടെ വിപണന കേന്ദ്രമായി മാറിയ കേരളത്തിൽ നിന്ന് അതിശക്തമായ നടപടിയിലൂടെ ലഹരി വിമുക്തമാക്കാനും ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും UDF പ്രതിജ്ഞാബദ്ധമാണെന്ന് അഷ്റഫ് കോക്കൂർ പറഞ്ഞു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ K ജയശങ്കർ, KC ബാബു, ബിജോയ് ബാബു, സിദ്ദിഖ് പന്താവൂർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ കടവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാമിനെ വിജയിപ്പിക്കാൻ UDF ചാലിശ്ശേരി പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിന്റെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം സുബൈർ കൊഴിക്കര മുഖ്യപ്രഭാഷണം നടത്തി. UDF കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ, UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, കൺവീനർ SMK തങ്ങൾ, DCC ജനറൽ സെക്രട്ടറി K ബാബുനാസർ, AICC നിരീക്ഷകൻ ഗണേഷ് കുമാർ യാദവ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ 10ാം വാർഡിൽ ഉൾപ്പെട്ട് പാറമ്പാടം മേഖലയിൽ വ്യാപകമായി തീപിടുത്തം. കൊയ്ത്ത് കഴിഞ്ഞ് ഏകദേശം 5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ പുല്ലിനും അടിക്കാടിനുമാണ് തീപിടിച്ചത്. ഇന്നലെ ഉച്ചയോടെയാണ് ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള പാടത്ത് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉണങ്ങിക്കിടന്ന പുല്ലായതിനാൽ അതിവേഗം തീ പടരുകയായിരുന്നു. വിവരം ലഭിച്ച ഉടൻ കുന്നംകുളം അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അഗ്നിശമന സേനയുടെ മിസ് ടെക്നോളജി യൂണിറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ഫയർ ബീറ്ററുകൾ ഉപയോഗിച്ചടിച്ചും ഏറെ പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കൃത്യസമയത്ത് ഇടപെട്ടതിനാൽ സമീപത്തെ പുരയിടങ്ങളിലേക്കോ വീടുകളിലേക്കോ തീ പടരുന്നത് ഒഴിവാക്കാൻ സാധിച്ചു. വേനൽ കടുത്തതോടെ പാടശേഖരങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അഗ്നിശമന സേന അറിയിച്ചു. വ്യാജ രശീതി തയ്യാറാക്കി നികുതി തട്ടിപ്പ് നടത്തിയ ജനസേവന കേന്ദ്രം ഉടമയ്ക്കെതിരെ കേസെടുത്ത കുന്നംകുളം പോലീസ്. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കേച്ചേരിയിലെ സ്മാർട്ട് ക്യൂ ജനസേവന കേന്ദ്രം ഉടമ ബിബിൻ സാവിക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. ചൂണ്ടൽ പഞ്ചായത്തിൽ കെട്ടിട നികുതി അടയ്ക്കാനായി നൽകിയ തുക തിരിമറി നടത്തിയ സംഭവത്തിലാണ് ബിബിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്യൂ ജനസേവന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനാണ് ബിബിൻ സാവി. VM മുഹമ്മദ് തന്റെ ഉടമസ്ഥതയിലുള്ള 9ഓളം കടമുറികളുടെ 2025-26 കാലയളവിലെ വസ്തുനികുതി അടയ്ക്കുന്നതിന് 5140 രൂപ ബിബിൻ സാവിയെ ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 27-ന് തുക കൈപ്പറ്റിയ പ്രതി ഓൺലൈൻ വഴി പണം അടയ്ക്കാതെ തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് പരാതി. പഞ്ചായത്തിൽ പണം അടയ്ക്കാതെ വ്യാജ രസീതുകൾ നിർമ്മിച്ചു നൽകി ഉടമയെയും അധികൃതരെയും വഞ്ചിച്ച കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തത്. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ അന്യായമായ ലാഭമുണ്ടാക്കാനും പരാതിക്കാരന് നഷ്ടമുണ്ടാക്കാനും ബോധപൂർവമായ ശ്രമം നടന്നതായി FIR-ൽ വ്യക്തമാക്കുന്നു. സബ് ഇൻസ്പെക്ടർ TK പോളിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.
ആദൂർ മഹാത്മാ സ്കൂൾ വാർഷികത്തിന് നാട്ടുകാരുടെ നാടകമൊരുങ്ങുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നാടകത്തിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങളാണ് തുറന്നു കാട്ടുന്നത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് നാടകത്തിൽ വേഷമിടുന്നത്. ഷോർട്ട് ഫിലിം സംവിധായകനും അഭിനേതാവുമായ സിദ്ദിഖ് ആദൂരാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലളിത ഗോപി, വാർഡ് മെമ്പർ ബാഹ്യാദ്രി, ഷോർട്ട് ഫിലിം അഭിനേതാക്കളായ ഭാസ്കരൻ തോന്നല്ലൂർ, അലിമോൻ ആദൂർ, അൻവർ എരുമപ്പെട്ടി എന്നിവരും ഷാജിമോൻ, നസീർ, സിറാജ്, സെലിൻ എന്നിവരുമാണ് അഭിനേതാക്കൾ. മാർച്ച് 29 വൈകിട്ട് നടക്കുന്ന വാർഷികാഘോഷ സമാപന സമ്മേളനത്തിൽ നാടകം അരങ്ങേറും. പത്രത്തിൽ വിശേഷം പ്രധാന വാർത്ത ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെ ഒരു സംഘം ആളുകൾ കരിങ്കൊടി കാണിച്ചു. അല്ല മാഷെ, സാധാരണ കരിങ്കൊടി മരിച്ച വീട്ടിലല്ലേ കെട്ടണത്? മരിച്ചാളെ എന്താ നമ്മൾ വിളിക്ക? ശാപം. അത് തുടങ്ങാൻ സമയമായി മാഷെ. എന്റെ ദൈവമേ, നീതി ദീപ്തിക്ക് ഒരു കുട്ടിണ്ടായി കാണാൻ എവിടെ വെച്ച് കണ്ടു? രണ്ട് പോക്സോ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന പ്രതിക്ക് മറ്റൊരു പോക്സോ കേസിൽ 10 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. ചാവക്കാട് തിരുവത്ര റമളാൻ വീട്ടിൽ 70 വയസ്സുള്ള മൊയ്തു റമളാനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 11 വയസ്സുള്ള പെൺകുട്ടിയെ 2021 ഫെബ്രുവരി മാസം ആവർത്തിച്ചുള്ള ലൈംഗികാതിക്രമം നടത്തുകയും പ്രതിയുടെ മൊബൈലിൽ അശ്ലീല വീഡിയോ കാണിക്കുകയും ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. ഇതേ കോടതി തന്നെ ഒരു കേസിൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും മറ്റൊരു കേസിൽ 23 വർഷം കഠിന തടവും ശിക്ഷ വിധിച്ചത് പ്രതി അനുഭവിച്ചു വരികയാണ്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരമറിഞ്ഞതിനെ തുടർന്ന് CPO പ്രസീത കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI ബിബിൻ ബി നായർ FIR രജിസ്റ്റർ ചെയ്തു കേസിന്റെ ആദ്യാന്വേഷണം നടത്തി. SI D വൈശാഖ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഗ്രേഡ് ASI പ്രവീൺ കേസിന്റെ അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി 14 സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകളടക്കം 20 രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ ഹാജരായി. വിസ്താരവേളയിൽ ലൈസൺ ഓഫീസർ A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂർ പുന്നരാശ്ശേരി വീട്ടിൽ സുരേഷിന്റെ മകൾ 26 വയസ്സുള്ള ശ്രീധുവിനെയാണ് വീട്ടുപറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി യുവതിയെ കാണാനില്ലായിരുന്നു. ഇതേ തുടർന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ബന്ധുവായ യുവാവുമായി യുവതിയുടെ ആദ്യ വിവാഹം നടന്നിരുന്നു. ഇതിൽ 7 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. വിവാഹമോചനത്തിന് ശേഷം 11 മാസങ്ങൾക്ക് മുൻപാണ് ഇരിങ്ങപ്പുറം സ്വദേശി സുജീഷുമായുള്ള വിവാഹം നടന്നത്. ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനമാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കാണിച്ച് യുവതിയുടെ പിതാവ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കിണറ്റിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹം പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന 25ാമത് ഉക്രു മാസ്റ്റർ ബാസ്കറ്റ്ബോൾ ഫൗണ്ടേഷൻ സമ്മർ ബാസ്കറ്റ്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 1 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 1 മുതൽ മെയ് 2 തീയതി വരെ കുന്നംകുളം YMCAയിലാണ് ക്യാമ്പ്. തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും സഹകരണത്തോടെ നടത്തുന്ന ക്യാമ്പിൽ 10 വയസ്സ് മുതൽ 16 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കുട്ടികൾ ഏപ്രിൽ 1 തീയതി ബുധനാഴ്ച രാവിലെ 6:30 TT പെലുണി മെമ്മോറിയൽ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നടക്കുന്ന സെലക്ഷനിൽ രക്ഷിതാവിനോടൊപ്പം എത്തേണ്ടതാണ്. രാവിലെ 6:30 മുതൽ 8:30 വരെയായിരിക്കും കോച്ചിംഗ് ക്യാമ്പിന്റെ സമയം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 87 27 71, 94 47 86 82 62, 95 39 0 11 66 5 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികളായ KV ആനന്ദൻ, JB ജേക്കബ്, മാത്യു ചെമ്മണ്ണൂർ, CV പോൾ, ഷെല്ലി ജോർജ് എന്നിവർ അറിയിച്ചു. ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ സമാപനമായി.
എട്ടാം വിളക്ക് ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ നട തുറന്ന ശേഷം പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ഉണ്ടായി. ഉച്ചയ്ക്ക് പ്രസാദഊട്ടും നടന്നു. വൈകിട്ട് 6-ന് ഭഗവാൻ ആനപ്പുറത്തേറി ആറാട്ടുകടവിലെത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആറാട്ടുകുളത്തിലെ പൂജകൾക്ക് ശേഷം തന്ത്രി ഭഗവാന്റെ തിടമ്പുമായി 3 തവണ സ്നാനം നടത്തി. ക്ഷേത്രം മേൽശാന്തി എറിയാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികനായി. തുടർന്ന് ഭക്തജനങ്ങളും ഭഗവാനോടൊപ്പം കുളത്തിൽ മുങ്ങിക്കയറി. പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ശേഷം ശാന്തസ്വരൂപനായ ദേവന്റെ തിടമ്പ് വാദ്യാഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും ഒരുക്കിയിരുന്നു. ക്ഷേത്രപ്രദക്ഷിണം നടത്തി ഭഗവാനെ ശ്രീകോവിലിലേക്ക് ആനയിച്ചതോടെ ഉത്സവത്തിന്റെ കൊടിയിറങ്ങി. 8 ദിവസങ്ങളിലായി നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ഊരായ്മ ദേവസ്വം മാനേജർ MS രാധാകൃഷ്ണൻ, ക്ഷേത്രക്ഷേമസമിതി പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി രാജേഷ്, ട്രഷറർ അനിൽ, ക്ഷേത്രത്തിന് പുറത്ത് നടന്ന ആഘോഷങ്ങൾക്ക് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഗ്യാസ് പ്രതിസന്ധി മറികടന്ന് മന്നലാംകുന്ന് ഡെൽമ ഹോട്ടൽ. പരിഷ്കരിച്ച അടുപ്പിൽ വിറക് കത്തിച്ചാണ് ഗ്യാസ് പ്രശ്ന പരിഹാരം കണ്ടത്. ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെ പ്രദേശത്തെ പല ഹോട്ടലുകളും തട്ടുകടകളും ആദ്യം പൊരിക്കടികൾ നിർത്തിയാണ് തുറന്ന് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പൊരിക്കടികൾ ഇല്ലാതായതോടെ ഹോട്ടലിലേക്ക് ആളുകളുടെ വരവും കുറഞ്ഞു എന്നതിനാൽ കട അടയ്ക്കുകയല്ലാതെ നിവൃത്തിയില്ലാതെയായി ഉടമകൾ. ഇതുമൂലം പല കടകൾക്കും നോമ്പുകാലങ്ങളിൽ നല്ലൊരു ശതമാനം ലാഭമാണ് കുറഞ്ഞത്. എന്നാൽ ഇത് മറികടന്നുള്ള അടുപ്പിൽ പഴയകാല രീതിയിൽ വിറക് കത്തിച്ച് പൊരിക്കടികളും കറികളും ഉണ്ടാക്കുകയാണ് ഹോട്ടൽ ഉടമകൾ. പൊറോട്ട ഉണ്ടാക്കുന്നതിനും ഇവർ പരിഷ്കരിച്ച പഴയ കാലങ്ങളിലെ രീതി ഉപയോഗിച്ചതിനാൽ ഗ്യാസ് കിട്ടാതെയുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല. ഗ്യാസിന് കൂടുതൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വിറകിന് വില കൂടുമോ എന്ന ആശങ്ക മാത്രമാണ് ഡെൽമ ഹോട്ടൽ ഉടമയ്ക്കുള്ളത്. കലയ്ക്ക് പ്രായമില്ലെന്ന് തെളിയിക്കുകയാണ് തൃശൂർ വിവേകോദയം സ്കൂളിലെ അധ്യാപികയായിരുന്ന 71-കാരിയായ PK വിജയലക്ഷ്മി. പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപന ജീവിതത്തിന് ശേഷം വിശ്രമജീവിതം നയിക്കേണ്ട പ്രായത്തിൽ കളിവിളക്കിനു മുന്നിൽ കഥകളി വേഷമണിഞ്ഞ് അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് ഗുരുവായൂർ സ്വദേശിനിയായ ഇവർ. KV സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്ത് 12 വർഷത്തെ കഠിന പ്രയത്നം വേണ്ടിവരുന്ന കഥകളി വെറും 10 മാസം കൊണ്ടാണ് ടീച്ചറും സംഘവും അഭ്യസിച്ചത്. തുടക്കത്തിൽ മറ്റുള്ളവർ കഥകളി പഠിക്കുന്നത് കണ്ട് അവരുടെ പുറകിൽ നിന്ന് ഒരു വ്യായാമം എന്ന നിലയിലായിരുന്നു ടീച്ചർ ചുവടുകൾ പരീക്ഷിച്ചിരുന്നത്. എന്നാൽ ടീച്ചറുടെ താൽപര്യം തിരിച്ചറിഞ്ഞ ശിഷ്യരും മകളും നൽകിയ പ്രോത്സാഹനമാണ് കഥകളി വേഷം കെട്ടണമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് ഇവർ പറയുന്നു. എന്റെ മോള് ഡാൻസറാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കഥകളി പഠിക്കണം എന്ന് കൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടിയാണ് ആദ്യം ആവശ്യപ്പെട്ട്. പിന്നെ അതിന്റെ കൂടെ മാനസ, അപ്പൊ സിന്ധു, ഇവരെയൊക്കെ മോഹിനിയാട്ടവും എല്ലാറ്റിലും ഉസ്താദുകളാ. അപ്പൊ ഞാൻ മാഷോട് പറഞ്ഞു, മാഷെ ഞാൻ പിന്നിലൊന്ന് എക്സർസൈസ് പോലെ നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. കഥകളി പഠിക്കണമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ ഇതുവരെ സ്റ്റേജിലൊന്നും അങ്ങനെ വല്ല പാട്ടൊക്കെ പാടുന്നല്ലാണ്ട് ഇങ്ങനത്തെ കലകളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് പിന്നെ ഇവരൊക്കെ ഇൻസ്പയർ ചെയ്യുക, ടീച്ചർ കളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതായി പോണു. ഈശ്വരൻ സഹായിച്ചാ ഉഷാറാക്കാം. ശനിയാഴ്ച രാത്രി 8:30 മേൽപ്പുത്തൂർ ഓഡിറ്റോറിയമാണ് ഈ അപൂർവ അരങ്ങേറ്റത്തിന് വേദിയാകുന്നത്. വിജയലക്ഷ്മി ടീച്ചർക്കൊപ്പം അരങ്ങേറ്റം കുറിക്കുന്ന 5-അംഗ സംഘത്തിലെ അജയൻ തൃശൂരും കൃഷ്ണ രമേശും ടീച്ചറുടെ പഴയ വിദ്യാർത്ഥികളാണ് എന്ന പ്രത്യേകതയും ഈ അരങ്ങേറ്റത്തിനുണ്ട്. ശിഷ്യർക്കൊപ്പം ഒരേ വേദിയിൽ ഗുരുവും അരങ്ങിലെത്തുന്നു എന്നത് ഈ ചടങ്ങിന് മാറ്റുകൂട്ടുകയാണ്. ഗുരുവായൂരിലെ ബ്യൂട്ടി പാർലർ ഉടമയായ 53-കാരി സിന്ധു പ്രദീപ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലുള്ള MS മാനസ എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ. മകൾ കൃഷ്ണപ്രിയയുടെ നൃത്ത അധ്യാപകനായിരുന്ന വെള്ളിനേഴി സ്വദേശി കലാമണ്ഡലം മോഹനാണ് അമ്മയുടെയും ഗുരു. സാധാരണഗതിയിൽ കൗമാരപ്രായത്തിൽ തുടങ്ങി ദിവസേന പരിശീലനം നടത്തേണ്ട കലയാണിത്. എന്നാൽ ആഴ്ചയിലോ മാസത്തിലോ 2 തവണ മാത്രമുള്ള പരിശീലനത്തിലൂടെ തന്റെ പരിമിതികളെയും പ്രായത്തെയും മറികടക്കാൻ ടീച്ചർക്ക് സാധിച്ചുവെന്ന് ഗുരു സാക്ഷ്യപ്പെടുത്തുന്നു. കഥകളി എന്ന് പറയുന്ന കല
കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു കലയല്ല. അത് 10-12 വർഷം പഠിച്ചാൽ തന്നെ അല്ല അത്രയും ബുദ്ധിമുട്ടുള്ളത്. അത് ഇവര് 8 മാസം 10 മാസം കൊണ്ട് അവര് കഴിവിന്റെ പരമാവധി ചെയ്ത് അത് നന്നായി ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാതെ വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്ത്. പിന്നെ അവരുടെ മോഹം തന്നെയാണ് കാരണം. പ്രായമൊന്നും അവർ നോക്കില്ല. പ്രായത്തിൽ വെച്ചാണെങ്കിൽ എങ്ങനെ ചെയ്യാം, ബുദ്ധിമുട്ടാണ്. 70 വയസ്സായാലും 65 ചെറുപ്പക്കാരല്ലാവരും. നമ്മൾ 18 വയസ്സിലും അല്ലെങ്കിൽ 13 വയസ്സിലൊക്കെ തുടങ്ങുന്നതാണ് കഥകളി പഠിക്കുക എന്ന് പറയുന്നത്. പരിമിതികളെയെല്ലാം മറികടക്കുന്ന തീക്ഷ്ണമായ ആഗ്രഹത്തിന്റെ കരുത്താണ് ഇവരെ അരങ്ങിലെത്തിക്കുന്നത്. കഥകളിയിലെ പുറപ്പാടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. മിനുക്കുവേഷത്തിൽ ടീച്ചർ രുക്മിണിയാകുമ്പോൾ ശിഷ്യരും മറ്റ് അംഗങ്ങളും കൃഷ്ണവേഷത്തിൽ ഒപ്പമുണ്ടാകും. 71 വയസ്സിലെ ഈ കഥകളി അരങ്ങേറ്റത്തിന് ശേഷം മകൾക്ക് പിന്നാലെ ഭരതനാട്യവും പഠിക്കണമെന്ന മോഹത്തിലാണ് പ്രായത്തെ തോൽപ്പിച്ച ഈ യുവ കലാകാരൻ. തൊഴിയൂർ CMUP സ്കൂളിലെ UKG വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണി സ്കൂൾ അങ്കണത്തിൽ നടന്നു. വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാഗാനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ VS അഷ്ഫാഖ്, PTA പ്രസിഡന്റ് TB രമേശ്, MPTA പ്രസിഡന്റ് ആശ ഷിബു എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക വിജി വില്യംസ് സ്വാഗതവും മഞ്ജു ടീച്ചർ നന്ദിയും പറഞ്ഞു. 2 വർഷക്കാലത്തെ വിദ്യാലയത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളെ പങ്കുവച്ചുകൊണ്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗൌണും കാപ്പും അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റുകൾ നൽകി അനുമോദിച്ചു. അധ്യാപകരായ MK റീന, ALCG, വിന്നി വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി പള്ളികളിൽ വിശുദ്ധ കുർബാനയുണ്ടായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പള്ളിയിലെ കഷ്ടാനുഭവ ആഴ്ച ശുശ്രൂഷകൾക്ക് ഞായറാഴ്ച തുടക്കമാകും. രാവിലെ 8-ന് ഓശാന, കുരുത്തോല വാഴ്വ്, കുരുത്തോല പ്രദക്ഷിണം, കുർബാന എന്നിവയുണ്ടാകും. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12-ന് ഉച്ചനമസ്കാരവും 6-ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സുവിശേഷ യോഗങ്ങളിൽ സജിൻ ഫിലിപ്പ, ഫാദർ ഷോബിൻ പോൾ, ഫാദർ ഡിൽജോ ഏലിയാസ് എന്നിവർ വചന സന്ദേശം നൽകും. ഏപ്രിൽ 2-ന് പെസഹ വ്യാഴം രാവിലെ 6-ന് കുർബാന, ഉച്ചയ്ക്ക് 2:30-ന് പെസഹ ഊട്ടും, 6-ന് സന്ധ്യാപ്രാർത്ഥനയും നടക്കും. ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾ രാവിലെ 8:30-ന് ആരംഭിക്കും. വികാരി ഫാദർ അബ്രഹാം യാക്കൂബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. നാടിന്റെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കാനും അത് രേഖപ്പെടുത്തി വരും തലമുറയ്ക്ക് കൈമാറുവാനും വേണ്ടി മരുതയൂർ ദേശചരിത്രം ഒരുക്കുകയാണ് മരുതൂർ UEP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പദ്ധതിയുടെ ഭാഗമായി പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ A. അയ്യപ്പന്റെ കുടുംബാംഗമായ സുബ്രഹ്മണ്യൻ ഐനിപ്പിള്ളിയുടെ ഗൃഹസന്ദർശനവും വിവരശേഖരണവും നടത്തി. ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ മുഖ്യാതിഥിയായി. ഡോക്ടർ A. അയ്യപ്പന്റെ തെരഞ്ഞെടുത്ത രചനകൾ ഉൾപ്പെടുത്തി റാഫി നീലങ്കാവിലും പ്രശാന്ത് മാധവനും ചേർന്ന് തയ്യാറാക്കിയ പുസ്തകം വിദ്യാലയത്തിന് ധർമ്മദേവൻ ട്രസ്റ്റ് സമർപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക മീന ജഗദീഷ് പുസ്തകം ഏറ്റുവാങ്ങി. സ്കൂൾ അധ്യാപിക സൗദ ടീച്ചറും വിദ്യാർത്ഥി പ്രതിനിധികളും സംസാരിച്ചു. വയലത്തൂർ ശ്രീ തൃക്കണാമുഖ് മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി നടത്തിയ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ മഠത്തിൽ മുണ്ടയൂർ നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസാദശുദ്ധി, അസ്ത്രകലശപൂജ, കലശാഭിഷേകം, നവകം, പഞ്ചഗവ്യം, വൈകിട്ട് പൂരം, എഴുന്നള്ളിപ്പ്, കേളി എന്നിവയുണ്ടായി. തുടർന്ന് കടവല്ലൂർ ബാലമുരളിയുടെ നേതൃത്വത്തിൽ തായമ്പകയും അരങ്ങേറി. പ്രസിഡന്റ് മുകുന്ദൻ, സെക്രട്ടറി ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,265 രൂപ, പവന് 1,06,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം തിരുവത്ര പുത്തൻ കടപ്പുറം ജീലാനി നഗറിൽ താമസിക്കുന്ന പരേതനായ എടക്കഴിയൂർക്കാരൻ മുട്ടിൽ മൊയ്തീൻ ഭാര്യ ഹാജിർ മുഹമ്മദുടിയുടെ സഹോദരിയുമായ പാത്തുമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. ഖബറടക്കം പുത്തൻ കടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. അബ്ദുൾ റഷീദ്, മുഹമ്മദ് ഹസൻ, മുഷ്തിരി ബീഗം എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാഥയ്ക്ക് കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണം. സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ ഒരുക്കങ്ങളാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 13 ദിവസങ്ങൾ മാത്രം. മുന്നണികളുടെ കൺവെൻഷനുകൾ സജീവം. പ്രചരണത്തിന് സംസ്ഥാന ദേശീയ നേതാക്കൾ എത്തുന്നു. വ്യാജ രശീതി തയ്യാറാക്കി നികുതി തട്ടിപ്പ് നടത്തിയ ജനസേവന കേന്ദ്രം ഉടമയ്ക്കെതിരെ കേസെടുത്ത് കുന്നംകുളം പോലീസ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കേച്ചേരിയിലെ സ്മാർട്ട് ക്യൂ ജനസേവന കേന്ദ്രം ഉടമ ബിബിൻ സാവിക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.